പുതുപ്പാടി മഹലിൻ്റെ, അതായത് പുതുപ്പാടി പഞ്ചായത്തിൽ ഉള്ള മഹലുകളുടേതായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് വളരെ ആശാസ്യകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് അവരുള്ളത്. ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു പോരാട്ടം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഭീമാപ്പള്ളിയിൽ നമ്മൾ കണ്ടു, ലഹരി കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് പുറത്താക്കും. അത് മാത്രം പോരാ, ഇതിനെ ഒരു പടിയും കൂടെ കടന്നപ്പുറമാണ്. ഇവനൊക്കെ പെണ്ണ് കെട്ടണം. ഇത് കഴിക്കുന്നവന് നിർബന്ധമായിട്ട് പെണ്ണ് കെട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവന്മാർക്ക് ഇനി പെണ്ണ് കിട്ടത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പുതുപ്പാടി പഞ്ചായത്തിലെ മഹലുകളെല്ലാം തീരുമാനിച്ചാണ്. കാരണം അവർ കല്യാണം ആലോചിച്ചുകൊണ്ട് ഒരുത്തന് വന്ന് ഈ ജമാഅത്തിൻ്റെ ലെറ്റർ വേണം. മറ്റേ ജമാഅത്ത് വന്ന് കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് ലെറ്റർ അങ്ങോട്ട് കൊടുക്കണം. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റാണ് യഥാർത്ഥത്തിൽ ഒരു NOC പോലെ കൊടുക്കുക. അവരിനി അത് കൊടുക്കുകയല്ല. കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ, അതായത് ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഇതും അടിച്ചും ഇങ്ങനെയുള്ള മയക്കുമരുന്ന് അടിക്കുന്നവരാണെങ്കിൽ അവർ കൊടുക്കുകയല്ല. ഇനി മയക്കുമരുന്ന് അടിക്കുന്നവരല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പടിയും കൂടെ ഇവരൊക്കെ മുന്നോട്ട് പോകണം. അതായത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം HIV പടർന്നു വന്നല്ലോ, പിടിച്ചല്ലോ. അപ്പോൾ ഒരുപാട് എയ്ഡ്സ് പേഷ്യൻസായി ഒരുപാട് നിരപരാധികൾ അതിനകത്ത് മരിച്ചു പോയിട്ടുണ്ട്, ഇതറിയാൻ വയ്യാതെ. അപ്പോൾ അവിടെ ഒരു ഇടപാടുണ്ട്. അതായത് കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നടത്തുന്നതിന് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് മുമ്പ് നിർബന്ധമായിട്ട് അവർ HIV ക്ലിയർ ചെയ്ത സർട്ടിഫിക്കറ്റ് ചോദിക്കും. എല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അതായത് ഇവിടെ HIV ഒക്കെ കുറവാണ്. പക്ഷേ ഇവിടെ വേണ്ടത് നിർബന്ധമായിട്ടും ഈ മയക്കുമരുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് കൂടെ നിർബന്ധമാക്കണം എൻ്റെ അഭിപ്രായത്തിൽ. നേരെ അറിയാമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് സംശയമുള്ള ഒരുത്തനെയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അത് കിട്ടും, പരിശോധിപ്പിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതിനുള്ള എൻ്റെ അഭിപ്രായത്തിൽ അതിനൊരു നിയമനിർമ്മാണം തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ഇനിയുള്ള വിവാഹങ്ങൾക്ക്, കാരണം നിരപരാധികളായ കുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇതും അടിച്ചിട്ട് യവന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എടുത്തിട്ട് ഇടിച്ചങ്ങ് നാശമാക്കുക. കാരണം അതുപോലാണ് എന്ത് ഉപദ്രവിക്കുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. ആ രീതിയിലാണ്. എപ്പോഴും യവന്മാർക്ക് സംശയം തോന്നും. ഹാലൂസിനേഷനാണ്, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സംശയം തോന്നും, ആവും. അതായത് ആ പെൺകുട്ടി എന്തിന് കല്യാണം കഴിച്ചോ അതിൻ്റെ യാതൊരു ഉദ്ദേശവും നടക്കുന്നില്ല, ഒരു സംരക്ഷണം അതിന് കിട്ടുന്നില്ല. അങ്ങനെ ആവും. ഇത് അബദ്ധത്തിൽ ജനിച്ചു പോകുന്ന കുഞ്ഞുങ്ങളോ അവർ വഴിയാധാരമാവും. എന്നിട്ട് ഏവൻ തന്നെ ഇതിനെ വെട്ടിക്കൊല്ലുകയോ കുത്തുകൊല്ലുകയോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഇത് എന്തിന് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉണ്ടാകണം? എന്തിനു ഇവന്മാർ കല്യാണം കഴിക്കണം? ഇവനൊന്നും വിവാഹം വേണ്ട, കല്യാണം കഴിക്കണ്ട എന്നൊരു തീരുമാനം എടുത്താൽ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് കുറേ അവന്മാർ പിന്നോട്ട് പോകും. ഒരു സംശയം വേണ്ട. പിന്നെ ഒരു തവണ ഇത് ഉപയോഗിച്ചാൽ പോലും മുടിയൊക്കെ പരിശോധിച്ചാൽ കണ്ടുപിടിക്കാം അത്. പക്ഷെ അങ്ങനെയുള്ളവൻ പണ്ടെങ്ങാണ് അബദ്ധത്തിലെങ്ങാണ് കോളേജിൽ പഠിച്ചപ്പോഴോ അങ്ങനെ ഒന്ന് ഉപയോഗിച്ച് പോയി പിന്നില്ല എന്നുള്ള ആ രീതിയിലുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവന്മാർക്ക് കൊടുക്കരുത്, സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. ഒരൊറ്റ ജമാഅത്തും ഇവനെ അക്സെപ്റ്റ് ചെയ്യരുത്. ഇത് ജമാഅത്തുകളുടെ കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് വേറെ ആർക്കും വേണ്ടെന്നില്ല. എല്ലാ ആരാധനാലയങ്ങൾക്കും ദേവാലയങ്ങൾക്കും അതേപോലെ മത സംഘടനകൾ, ഇപ്പോൾ NSS, അതുപോലെ തന്നെ ശാഖ, SNDP യോഗം ശാഖ തുടങ്ങിയവർക്കെല്ലാം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചസിനും ഒക്കെ ഇത് നടപ്പാക്കാം. ഇത് കാരണം ഈ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല ഇത് കഴിക്കുന്നവന്മാർ കൂടുതൽ മുസ്ലിങ്ങളാണെന്നുള്ളത് നമുക്ക് കാണാറുണ്ട്. സത്യമാണ്. കുറേ പേരൊക്കെ കാണുമ്പോൾ ഏതായാലും ഒരു 60% മുകളിൽ മുസ്ലിങ്ങളുടെ പേരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തീരുമാനം എടുത്തത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഞാൻ പറയുന്നത് ഈ തീരുമാനം തന്നെ ബാക്കിയുള്ള ആളുകളൊന്ന് കൈക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതൊരു വളരെ നല്ല ഒരു കാഴ്ചപ്പാടായിട്ട് മാറും. അങ്ങനെ ആകണം. കാരണം ഇവന്മാർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, ഉപദ്രവമേ ഉണ്ടാവുള്ളൂ, വലിയ ശല്യമാണ്. ഇവന്മാർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമൂഹം ഇവരെ അകറ്റും എന്നുള്ളൊരു തോന്നൽ ഇവരുണ്ടെങ്കിലുണ്ടല്ലോ, അതൊരാക്ഷേപമായിട്ടെങ്കിലും മാറിയിട്ട് ഇതിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ശ്രമം നടത്തും. മാത്രമല്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിവരം കൊടുക്കുന്നവരെയെല്ലാം ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ എത്രയോ പേര് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ കണ്ടു. കാരണം അവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം മയക്കുമരുന്നിനെക്കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുക. അതിനുവേണ്ടി ഇപ്പോൾ ആളുകളുണ്ട്. ആ ഭീഷണി ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ
ഏതോ ഒരുത്തം വിളിച്ച് ഭീഷണിപ്പെടുത്തത് ഇന്നലെയൊക്കെ 8 തവണയും കണ്ടാണ് അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊന്നുകളയെന്ന് പറഞ്ഞു. അയാൾ അത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. അത് അവിടെ പരാതിയൊക്കെ രജിസ്റ്റർ ചെയ്തു. പക്ഷേ നടപടിയൊന്നുമില്ല. അങ്ങനെ ആകരുത്. ജനങ്ങൾ പോലീസുകാർ ചെയ്യേണ്ടത് ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾ അവർക്കും കൂടെ തുണയാണ്. കാരണം ഇങ്ങനെയുള്ളവരെ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് മയക്കുമരുന്നിനെ കുറിച്ച് വിവരം തരുന്നവരെ നിങ്ങൾ ആ വിവരം ശരിയാണോ എന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്നിട്ട് അത് കൂടാതെ ഈ വിവരം തന്ന ആളിനെ കഴിയുന്നതും അയാളുടെ പേര് വെളിയിൽ വിടരുത്. ഇനി വിട്ടു കഴിഞ്ഞാൽ, പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അയാളെ ഒരു പരാതി തന്ന് ഭീഷണി ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അന്വേഷിക്കണം. ഈ ഭീഷണിപ്പെടുത്തുന്നവരെ തൂക്കിയെടുക്കണം. അതാ ചെയ്യേണ്ടത് ആദ്യം. അത് ചെയ്യണം. ഇല്ലാതിരിക്കരുത്. ഇല്ലാതിരുന്നാൽ ജനങ്ങൾ ഇതിനോടൊപ്പം നിൽക്കത്തില്ല. ജനങ്ങൾ നിന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല ഈ കാര്യത്തിൽ. ഇപ്പോൾ ഏതായാലും ഈ പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ലുകളുടെ ഈ തീരുമാനം എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ എല്ലാ മഹല്ലുകളും ഇത് നടപ്പാക്കണം. ഈ തീരുമാനം ഇങ്ങനെ ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ. അതാ വേണ്ടത്. ആ രീതിയിലാകണം. അങ്ങനെ ആയിക്കോട്ടെ. അതിപ്പോൾ ഏത് വർഗമോ ഏത് മതമോ ഏത് ജാതിയെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ സംഘടനകളും മതസംഘടനകളും മതമേലധ്യക്ഷന്മാരും ഒക്കെ ഇതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരി നിന്റെ ആള് ഉള്ളത് അല്ല, ഞങ്ങളുടെ അല്ല, നിന്റെയാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ എല്ലാത്തിലും ഉണ്ട്. ഇത് ധാരാളം ഉണ്ട്. നമ്മൾ നോക്കാം. ഇതിന് ജാതി മതമൊന്നുമില്ല. കാരണം ഇന്നലെ 4 അവന്മാരെ പിടിച്ചതിൽ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ 2 ഹിന്ദു. അപ്പോൾ യവന്മാർ തമ്മിൽ എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? മതത്തിനൊന്നും അവിടെ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവന്മാരെല്ലാം ഒന്ന് തന്നെ. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് വിൽപ്പനക്കാരാണ് ഞാൻ പറഞ്ഞത്. MDMA വിറ്റവന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ എല്ലാത്തിലും ഉണ്ട്. എല്ലാ മതങ്ങളിലും ഉണ്ട്. എല്ലാ ജാതിയിലും ഉണ്ട്. അവരെയൊക്കെ ഒന്ന് ഒറ്റപ്പെടുത്തണം. അതിനു വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഈ മെനസ് ഇത് നമുക്ക് സമൂഹത്തെ മോചിപ്പിക്കാൻ ഒക്കത്തില്ല. സമൂഹത്തെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം. വരും തലമുറകൾ കുരങ്ങിലേക്ക് കുരങ്ങിൽ നിന്ന് നമ്മൾ എവല്യൂഷൻ വഴി ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇനി നമ്മളിപ്പോൾ പെട്ടെന്ന് തിരിച്ച് നടക്കുക കുരങ്ങിലേക്ക്. അങ്ങോട്ട് പോകരുത്. മറ്റേതിന് ശതാബ്ദങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇതിന് വർഷങ്ങളൊന്നും കൂടുതൽ വേണ്ട. ഒരു 4-5 വർഷം മതി ഇവിടെ ഉള്ളവന്മാർ കുരങ്ങായിട്ട് മാറാൻ. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിച്ച് നിർത്തേണ്ടതല്ല ഈ നടപടി. അതിന് പകരം എല്ലാ മതങ്ങളും മതങ്ങളെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആത്മീയ മൂല്യങ്ങൾ വളർത്താനുള്ളതാണല്ലോ മതങ്ങൾ. അല്ലാതെ ശാരീരികമായിട്ടുള്ള കാര്യത്തിനും ഒന്നും അല്ലല്ലോ. അപ്പം മതങ്ങൾ ആത്മീയ മൂല്യങ്ങളെന്ന് പറയുന്നത് ഇതായിരിക്കണം. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചപ്പാട് വേണം. അതുകൊണ്ട് ജാതി മത ഭേദമന്യേ എൻ്റെ എല്ലാ ദേവാലയങ്ങളും ആരാധനാലയങ്ങളും അതുപോലെ മതസ്ഥാപനങ്ങളും സംഘടനകളും ഇതിന് എതിരെ തിരിയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള നടപടികൾ, കർശന നടപടികളുമായിട്ട് വെളിവരണം. ഭീമാപ്പള്ളി ജമാഅത്ത് ചെയ്തതുപോലെ അത് വലിയൊരു ജമാഅത്താണ്. അവിടെ ചെയ്തതുപോലെ നാനാജാതി മതസ്ഥർ അവിടെ വരുന്നതാണ്. അവിടെ മുസ്ലിങ്ങളുടെ മാത്രമൊന്നും അല്ല, എല്ലാ ആളുകളും അവിടെ വരുന്നതാണ് ആ പള്ളിയിൽ. എന്നിട്ട് അവർ ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്തു അവന് വെളിയിലാക്കും. പിന്നെ കേസ് വെറുതെ വിട്ടുപോയാൽ അവന് അപേക്ഷ കൊടുക്കാം, തിരിച്ച് കയറ്റാം. പക്ഷേ അപേക്ഷ കൊടുക്കുമ്പോൾ അന്വേഷിക്കും എങ്ങനെ ഇത് വെറുതെ വിടാനിടയായെന്ന്. അതും കൂടെ ഉണ്ട്. അത് അവർ വളരെ നല്ലൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനം എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. എല്ലാ ആളുകളും എല്ലാ മതങ്ങളും ഇത് ഒന്ന് അനുവർത്തിച്ചാൽ അത് നല്ലതാണ്. മുസ്ലിങ്ങളത് ചെയ്തു പോയതുകൊണ്ട് ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് വിചാരിക്കരുത്. മുസ്ലിം ആയാലും ഒരു നല്ല കാര്യം ചെയ്താലുണ്ടല്ലോ നിങ്ങളത് നല്ല കാര്യമാണെന്ന് വിചാരിച്ചെടുത്തോളൂ. അല്ലാതെ ക്രിസ്ത്യാനികൾ ചെയ്തു അതുകൊണ്ട് അതേ ഞങ്ങൾ എടുക്കുള്ളൂ, മുസ്ലിങ്ങൾ ചെയ്താൽ അത് അങ്ങനെ എടുക്കരുത്. ഇത് വേണ്ടത് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു തീരുമാനമാണ്. നാടിന് വേണ്ടിയാണ്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ തീരുമാനം എന്നെടുക്കണം. അതായത് ബാല്യങ്ങൾ, അതായത് അച്ഛനും അമ്മയും ഇല്ലാത്ത ബാല്യങ്ങളായിട്ട് മാറുന്നത് എത്രയോ പേരാണ് ഈ മയക്കുമരുന്നിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾ. അതൊക്കെ ഒന്ന് കാണണം, തിരിച്ചറിയണം.